ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിൽ സുന്ദരമൂർത്തി നായനാർ ശിവാലയങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അനേകം തേവാരങ്ങൾ പാടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സുന്ദരമൂർത്തി സ്വാമികളുടെ ശിവാലയ യാത്ര, ഈ ആത്മീയ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് തിരുനെല്ലൂർ, തിരുക്കടവൂർ, തിരുവലമ്പുരം, ചായക്കാട്, വെൺകാട്, നനിപ്പനള്ളി, ചെമ്പൻപള്ളി, നിൻറിയൂർ, നീടൂർ, തിരുപ്പങ്കൂർ, തിരുക്കോലാക്ക മുതലായ ക്ഷേത്രങ്ങളെ കണ്ടു വണങ്ങി തിരുജ്ഞാന സംബന്ധരാൽ പ്രകീർത്തിക്കപ്പെട്ട ശീർക്കാഴിനാഥനെ സ്തുതിച്ച് തിരുക്കാവൂർക്ക് പുറപ്പെട്ടു. വഴിക്ക് സുന്ദർക്കും കൂട്ടർക്കും വിശപ്പും ദാഹവും കലച്ചിലായി. ഇതറിഞ്ഞ സ്നേഹസ്വരൂപനായ ഭഗവാൻ ശിവൻ വഴിയോരത്തിൽ ഒരു പന്തലിട്ട് അതിൽ പൊതിച്ചോറും ജലവും വച്ച് ഒരു സാധാരണ വൈദിക വേഷത്തിൽ കാത്തിരുന്നു. സുന്ദരരും സഹയാത്രികരും അവിടെ എത്തിയപ്പോൾ കണ്ണടച്ച് പഞ്ചാക്ഷര ജപത്തിൽ നിമഗ്നനായ വൈദികനെ കണ്ട് സുന്ദരരും സമീപമിരുന്ന് ശിവനാമ ജപത്തിൽ കൂടെ ചേർന്നു. കൺതുറന്ന വൈദികൻ ക്ഷുത് പിപാസകൾക്കായി അന്നജലദാനം ചെയ്യുകയും സുന്ദരരും ഭക്തജനങ്ങളും സന്തോഷത്തോടെ പൂജിച്ച് ക്ഷീണം മാറ്റുകയും ചെയ്തു. എത്രയോ ജനങ്ങൾ ഉണ്ടിട്ടും അത്ര തന്നെ ചോറ് ശേഷിച്ചതിലും പിന്നീട് വന്നു ചേർന്ന വഴിപോക്കരെല്ലാവരും ഭക്ഷിക്കുവാനും ഒട്ടും കുറവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. സുന്ദരരും പരിജനങ്ങളും ഭക്ഷണം കഴിഞ്ഞ് കിടന്നൊന്ന് പയ്യെ മയങ്ങി. ഉണർന്നെണീറ്റപ്പോൾ വൈദികനോ പന്തലോ പൊതിച്ചോറോ യാതൊന്നും അവിടെ കാണാനില്ലായിരുന്നു. കാര്യബോധം വന്ന സുന്ദരർ അവിടെ തന്നെ വീണ് വണങ്ങി. എന്നിട്ട് ഒരു പതികം നിർമ്മിക്കുകയാണ്. ഇത്തിനായാമാറ്റ മറിന്തിലേൻ എന്ന തേവാരം പാടി സ്തുതിച്ചു. തിരുക്കുരുകാവൂർ ദേവനെ വണങ്ങി. ഇതുപോലെ മറ്റ് പല ശിവക്ഷേത്രങ്ങളും അദ്ദേഹം സന്ദർശിച്ചതായി പെരിയ പുരാണത്തിൽ വർണ്ണനയുണ്ട്. വഴിക്ക് പലപ്പോഴും വിശന്ന് വലയുമ്പോൾ അത്രമേൽ സ്വാഭാവികമായി ആരെങ്കിലും ഭക്ഷണം ഈ സുന്ദരർക്കും സുന്ദരരുടെ കൂടെ യാത്ര ചെയ്യുന്ന ശിവഭക്തന്മാർക്കും കൊടുക്കുമായിരുന്നു. ഒരിക്കലും ഇങ്ങനെ വീണ്ടും വിശന്ന് തളർന്ന് ഒരിടത്തിരുന്നപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അദ്ദേഹത്തെ സമീപിച്ച്, നിന്റെ ക്ഷീണം തീർപ്പാനായി ഞാൻ അയൽ വീടുകളിൽ നിന്ന് ഉടൻ തന്നെ ഊണ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗ്രഹങ്ങളിൽ ഭിക്ഷ യാചിച്ച് ഭക്ഷണം കൊണ്ടുവന്നു. എന്നിട്ട് സുന്ദരർക്കും സഹയാത്രികർക്കും കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വൃദ്ധൻ അന്തർധാനം ചെയ്തു. ഉടനെ സത്യാവസ്ഥ മനസ്സിലാക്കിയ സുന്ദരർ ഭക്തിപരവശനായി മുതുവായോരിക്കറൈ എന്ന തിരുപ്പതികം പാടി സ്വാമിയെ വണങ്ങി. അവിടം വിട്ട് പിന്നെ കാഞ്ചീപുരത്തെത്തി. അങ്ങനെ പിന്നെ തിരുവായകാഭ്രനാഥനെ കണ്ടു. പിന്നെ കാമാക്ഷി ദേവിയെ വണങ്ങി. പിന്നെ തിരുമേത്തളി, ഓണാകാന്തർത്തളി എന്നീ ക്ഷേത്രങ്ങൾ തൊഴുത് നെയ്യും പാലും എന്ന തേവാരം പാടി. വല്ലം, അതേപോലെ അനേകതങ്കാവതം, പനങ്കാട്ടൂർ, മാർപ്പേര് തുടങ്ങിയ ദേവാലയങ്ങളിൽ സന്ദർശിച്ച് ദേവനെ വണങ്ങി. ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടെ അദ്ദേഹം കാണുന്നുണ്ട്. തിരുക്കാളത്തിങ്കമലയെ പ്രാപിച്ച് ദേവനെ വണങ്ങി വലത്ത് പ്രതിഷ്ഠിച്ച സ്നേഹഭക്തി സ്വരൂപനായ കണ്ണപ്പൻ നായനാരുടെ വിഗ്രഹത്തെയും വണങ്ങുന്നു. അവിടെ ദിവസങ്ങളോളം തങ്ങി ദർശനം ചെയ്തുകൊണ്ടിരുന്നു. അതായത് കണ്ണപ്പൻ നായനാരുടെ ആ കാട്ടിൽ പ്രതിഷ്ഠിച്ച കാട്ടിൽ തിരുവാരൂർക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പിന്നെ ഈ സമയം തിരുവാരൂർക്ക് വന്നിട്ട് അദ്ദേഹം തൻ്റെ വാൽമീകനാഥനെ എല്ലാ ദിവസവും ഭക്തിപുരസ്സരം നിരന്തരം വണങ്ങുമായിരുന്നു. പലപ്പോഴും ഉള്ളിലുള്ള ആ മഹാഭക്തി ഭഗവാന്റെ നേരെ വാഗ്രൂപമായി കവിതകളായി പുറത്തേക്ക് വരും. ആ കവിതകളിലെ ചിലതിൻ്റെ ഗദ്യ വിവർത്തനം കൂടെ ഞാൻ പറയാം.
അങ്ങയുടെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കുന്ന അടിമ മാത്രമാണ് ഞാൻ. ഈ ജഗത്തിൽ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ നാമരൂപങ്ങളായ സർവ്വതും അവിടുന്ന് തന്നെ എന്ന് ഞാൻ അറിയുന്നു. ഇത് കണ്ട് സുന്ദരരുടെ ചിത്തപരിഭാഗം കണ്ട് ഈ പാട്ട് കേട്ട് പ്രീതനായി ഭഗവാൻ സന്തോഷിച്ചു. ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ പാദങ്ങളെ കണ്ണീരിൽ കുളിപ്പിച്ച സുന്ദരർക്ക് വേദാന്ത ജ്ഞാനം നൽകി കൃതാർത്ഥനാക്കി. അങ്ങനെ നിരന്തരം തേവാരങ്ങൾ വാൽമീകനാഥൻ്റെ മുമ്പിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സുന്ദരമൂർത്തി നയനാട് മുമ്പിൽ ദേവൻ പ്രത്യക്ഷപ്പെട്ട്, ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ജ്ഞാനോപദേശം നൽകി എന്നാണ് പറയുന്നത്. ശ്രേഷ്ഠമായ ഈ ജ്ഞാനോപദേശം നമുക്ക് കേൾക്കാം. ഭഗവാൻ പറഞ്ഞ വാക്കുകളാണിത്. ഈ വാക്കുകൾ ശിവഭക്ത പുരാണത്തിൽ, രമണാശ്രമം പബ്ലിഷ് ചെയ്ത ശിവഭക്ത പുരാണത്തിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഭഗവാന്റെ വാക്കുകൾ. ഇത് ഭഗവാൻ സാക്ഷാൽ ശിവൻ്റെ തിരുവാക്കുകളാണ്. ഈ ജ്ഞാനോപദേശം ശ്രവിക്കുന്നവരും ജ്ഞാനിയായി മാറും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായ, അത്രയ്ക്ക് ദിവ്യമായ എല്ലാ ആഗമത്തിൻ്റെയും പൊരുളാണ് ഇനി പറയുന്നത്. ദേവൻ പറയുകയാണ്, ഭഗവാൻ ശിവൻ പറയുകയാണ്, ഞാൻ നിഷ്ക്രിയനും നിർമ്മലനും ശാന്തനും നിരഞ്ജനനും പരിപൂർണനും പ്രത്യഗ്ജ്യോതിയും ആണ്. അത് നീ തന്നെയാണ് തീർച്ച. തത്വമസി. ആദിയിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അസത്തായ സർവവും ലയിച്ചാലും അവശേഷിക്കുന്നത് ഞാൻ മാത്രം. അങ്കുഷ്ടമാത്ര പുരുഷനായി എല്ലാവരുടെയും മന്ദിരാമിയായി വിളങ്ങുന്ന അനാമയനായ എന്നെ മുനിവരന്മാർ ഹൃദയത്തിൽ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്നു. എൻ്റെ ആജ്ഞ നിമിത്തമാണ് മനസ്സ് ഇല്ലാതാകുന്നത്. എൻ്റെ പ്രേരണ കൊണ്ടാണ് പഞ്ചപ്രാണൻ ഉള്ളിൽ സഞ്ചരിക്കുന്നതും ഓട്ടക്കുടത്തിലെ ജലം പോലെ ശരീരം വിട്ടുപോകുന്നതും. മേഘങ്ങളുടെ ഉൽപ്പത്തി വിനാശങ്ങൾ ആകാശത്തിനെ ബാധിക്കാത്തതുപോലെ പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി വിനാശങ്ങൾ എന്നെ ബാധിക്കുന്നേയില്ല. ബ്രഹ്മാവ് മുതൽ ഒരു പുൽക്കൊടി വരെ വ്യാപിച്ചിരിക്കുന്ന അഖണ്ഡ ചൈതന്യം ഞാനാണെന്ന് മനസ്സിലാക്കുക. ജീവനെ ബന്ധനങ്ങളിൽ മുക്തി നൽകുന്നതും ഞാൻ തന്നെ. കണ്ണിന് കാണാനും ചെവിക്ക് കേൾക്കാനും നാവിന് രുചിക്കാനും കഴിയുന്നത്, എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ഞാനെന്ന ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. സൂര്യ തേജസ്സിൽ ദീപപ്രകാശം നിഷ്പ്രഭമാകുന്നത് പോലെ എന്നിൽ ജഗത്തിലെ സർവ തേജസ്സും ലയിച്ച് ഇല്ലാതാകുന്നു. രാജാവിനെ സൈന്യമെന്ന പോലെ ചരാചരങ്ങൾ മുഴുവൻ എന്നെ അനുഗമിക്കുന്നു. വൃഷ്ടിയോ വരൾച്ചയോ സമുദ്രത്തിലെ ജലവിധാനത്തിന് ഒരു മാറ്റവും സൃഷ്ടിക്കാത്തത് പോലെ ഭൂതങ്ങൾ ഉൽപ്പത്തി വിനാശങ്ങൾ എന്നെ ബാധിക്കുന്നില്ല. ഇളകുന്ന ജലാശയത്തിൽ മുറിഞ്ഞു കാണപ്പെടുന്ന ചന്ദ്രബിംബം പോലെയും സ്വപ്നത്തിലെ ശരീരം പോലെയും മിഥ്യയാണ് ഈ പ്രപഞ്ചമെന്ന് നീ മനസ്സിലാക്കുക. ഒരു വൃക്ഷത്തിൽ 2 പക്ഷികൾ കൂട്ടുകാരായിരിക്കുന്നു. അതിലൊന്ന്, അതായത് ജീവൻ, ആ വൃക്ഷത്തിലെ ഫലങ്ങൾ ഭക്ഷിച്ച് കർമ്മങ്ങൾ ചെയ്ത് തൽഫലമായി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. മറ്റേ പക്ഷിയാകട്ടെ, അതായത് ശിവനാകുന്ന പരമാത്മാവ്, ഒന്നും തിന്നാതെ എല്ലാറ്റിനും സാക്ഷിയായി വിളങ്ങുന്നു. സമുദ്രത്തിലെ ജലഗണങ്ങളെപ്പോലെ കർമാനന്ദങ്ങളിൽ പെട്ടുഴലുന്ന ജീവജാലങ്ങളിൽ എന്നിൽ വർത്തിക്കുന്നു. എങ്ങനെയാണോ ചിലന്തി തന്നിൽ നിന്ന് തന്നെ വല നെയ്യുന്നതും തന്നിലേക്ക് തിരിച്ചെടുക്കുന്നതും, അതേപോലെ ഈശ്വരൻ ഈ ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് മനസ്സിലാക്കുന്ന ജീവൻ വിമുക്തനാകുന്നു. അവന് പിന്നെ പുനർജന്മമില്ല, പുനരാവർത്തിയില്ല. തർക്കം, ന്യായം തുടങ്ങിയ വിദ്യകൾ കൊണ്ടൊന്നും എന്നെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല.
ഉപനിഷത്താകുന്ന ദീപം കൊണ്ട് ജ്ഞാനികൾ എന്നെ അറിയുന്നു. ആഗമങ്ങൾ കൊണ്ട് ജ്ഞാനികൾ എന്നെ അറിയുന്നു. ഭക്തിയിലൂടെയേ ഈ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അങ്ങനെ കാലക്രമേണ എൻ്റെ അനുഗ്രഹത്തിലൂടെ എന്നെ അറിഞ്ഞവർ സംസാര ദുഃഖത്തെ തരണം ചെയ്യുന്നു. സർവഭൂതങ്ങളുടെയും ഹൃദയസ്ഥനും സർവസാക്ഷിയുമായ പരമേശ്വരനാണ് ഞാൻ എന്നറിഞ്ഞ് എന്നെ ശരണം പ്രാപിക്കുന്ന ജീവൻ ഒരു പ്രാകൃതനാണെങ്കിൽ പോലും മുക്തി നേടുന്നു. അപ്പോൾ എന്നെ ആരാണോ അറിയുന്നത്, പ്രാകൃതനായിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, അവർ മുക്തി നേടുന്നു. ആധുനിക കാലത്ത് ചുമട്ടുതൊഴിലാളിയാണെങ്കിലും ഏറ്റവും നിസ്സാരമായ പ്രവൃത്തി ചെയ്യുന്നവനാണെങ്കിലും പ്രാകൃതനാണെങ്കിലും കാട്ടാളനാണെങ്കിൽ പോലും എന്നെ തീവ്ര ഭക്തിയോടെ ആരാണോ ഭജിക്കുന്നത് അവർ മുക്തി നേടുന്നു, സായുജ്യം നേടുന്നു, സമാധി പ്രാപിക്കുന്നു. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ ഈ വാക്കുകളുമായിട്ട് കൂട്ടി യോജിക്കുമ്പോൾ ഏതൊരു ചുമട്ടുതൊഴിലാളിക്കും ഈശ്വര പ്രാപ്തി നേടാവുന്നതേയുള്ളൂ. തീവ്രഭക്തിയാണ് എല്ലാത്തിൻ്റെയും പിന്നിലുള്ളത്. തീവ്രമായ ശിവഭക്തി ഉണ്ടെങ്കിൽ ഏത് കാട്ടാളനും ഏത് വേടനും നമ്മിന് കാണാൻ പോകുന്ന ഒരു കഥയുണ്ട്, കണ്ണപ്പൻ നായനാരുടെ കഥ. കണ്ണപ്പൻ ഒരു വേടനായിരുന്നു. വേട്ടയാടി കിട്ടുന്ന ഇറച്ചിയാണ് ശിവന് നിവേദിച്ചത്. വായിലാണ് അയാൾ വെള്ളം കൊണ്ടുവന്ന് ശിവനെ അഭിഷേകം ചെയ്യുന്നത്. അവസാനം അയാളുടെ തീവ്രഭക്തി കണ്ടിട്ട് ഭഗവാൻ ശിവൻ അയാൾക്ക് സാലോക്യമുക്തി നൽകുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ആ പ്രതിഷ്ഠയിലാണ് സുന്ദരർ അനേകം ദിവസങ്ങൾ ധ്യാനനിരതനായി തപസ്സനുഷ്ഠിച്ചത് എന്നും കൂടി ഓർക്കുക. കണ്ണപ്പൻ നായനാരുടെ കഥ വിവരിക്കുമ്പോൾ നമുക്ക് ആ സത്യങ്ങളെല്ലാം വെളിപ്പെട്ട് കിട്ടും. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ. ഓം ശ്രീരമണായ നമഃ.